ഇന്നലെ ഭഗവാനെ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നാരായണനായിട്ട്, ചതുർബാഹുവായിട്ട്, 4 തൃക്കൈകളിലും ശംഖുചക്ര ഗദാപത്മധാരിയായിട്ടാണ് ഭഗവാൻ നിൽപ്പുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു അലങ്കാരം വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു സമാധാനമാണ് വരിക. ഭഗവാനെ കൂടുതൽ പേരും ഉണ്ണിക്കണ്ണനായിട്ട്, ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ട് ആണ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അടുത്തത് ചിലപ്പോൾ എന്നല്ല, തീർച്ചയായിട്ടും ചതുർബാഹുവായിട്ട് കാണാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക കൂടുതൽ പേരും. ഈ ഒരു അലങ്കാരം വന്നു കഴിഞ്ഞാലേ എല്ലാവർക്കും ആശ്രയിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അലങ്കാരമാണ്. പലർക്കും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അലങ്കാരം കൂടിയാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാവത്തിലെ, ഈ ഒരു രൂപത്തിലെ ഭഗവാനെ കാണുകയാണെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപമാണ്. ഈ ലോകത്തിന്റെ എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള ഭഗവാനാണ്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെ പരിഹാരം ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ആയിട്ടാണല്ലോ കൂടുതൽ പേരും ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. സന്തോഷങ്ങൾ പറയാനായിട്ട് വരുന്നവരുണ്ട് കേട്ടോ. ഭഗവാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് വരുന്നവരുണ്ട്. എന്നാലും ഭൂരിഭാഗം പേർക്കും ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഭഗവാൻ ചതുർബാഹു രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഭഗവാനെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെയൊക്കെ സംരക്ഷകനായിട്ട് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രൂപം, ചതുർബാഹുവായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊള്ളൂ കേട്ടോ. എല്ലാവരുടെയും സങ്കടങ്ങൾ, പരാതികൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ആ പാദങ്ങളിൽ അങ്ങോട്ട് സമർപ്പിച്ചോളൂ. അതൊക്കെ പുഞ്ചിരിയോട് കൂടിയിട്ട് ഏറ്റെടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക? അതെല്ലാം ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൂ, എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകൂ, ഭഗവാനെ കണ്ടു തൊഴുതിട്ട് ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഓരോ സങ്കടങ്ങളും ഇങ്ങനെ ഇല്ലാതായി പോകുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. അപ്പൊ അത് തോന്നണമെങ്കിൽ എന്ത് വേണം? പൂർണ്ണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയണത്. അപ്പൊ ആ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. എല്ലാവരുടെ സങ്കടങ്ങളും അവിടെ സമർപ്പിച്ചോളൂ. എല്ലാവർക്കും ആശ്വാസമേകാനായിട്ടുള്ള ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തിക്കോളൂ.